നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോപിക, ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ അംഗോപാംഗത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ മയിൽ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ്. അതെ, മയിലെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ന് പറയുന്നത് ആൺമയിലാണ്. അല്ലാതെ ഇങ്ങനെ ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അത് അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇന്ത്യയുടെ ആ ഒരു സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സൗന്ദര്യം മറ്റു മാലോകർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രതീകം തന്നെയാണ് മയിലെന്ന് പറയല്ലേ. അതുപോലെ തന്നെ ഗോപിക, ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു ആക്ട്രസ് ആണ് പ്രീതി സിൻഡ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ജന്മദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതായത് അവർ ജനിക്കുന്നത് 1975 ജനുവരി 31. അപ്പൊ അവർക്ക് നല്ലൊരു ജന്മദിന ആശംസകൾ തന്നെ ഞങ്ങൾ ബി പോസിറ്റീവിൽ നിന്ന് നേരുകയും കൂടാണ്. അതുപോലെ തന്നെ പ്രീതി സിൻഡയെ പറ്റി പറയുമ്പോഴത്തേക്കും അവരുടെ ആദ്യത്തെ സിനിമ എനിക്കൊന്നും ഒരു വളരെ ഭാഗ്യശാലിയായ ഒരു നടിയും കൂടിയാണ് അല്ലേ. തീർച്ചയായിട്ടും അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സോട് കൂടിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ദിൽസയാണ് അല്ലെ. ദിൽസയിൽ അവർക്ക് 1998 തീർച്ചയായിട്ടും അതിൽ അവർക്ക് ആക്ട് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടിയത് ഷാരൂഖ് ഖാന്റെ കൂടെയാണ്, മണിരത്നത്തിന്റെ സിനിമയും കൂടെയാണ് ആ ഒരു സിനിമ. അപ്പൊ അത്രയും ഭാഗ്യശാലിയായ ഒരു നടിയാണ് പ്രീതി സിൻഡ. ആ ഒരു വർഷം തന്നെ അവർ വേറൊരു ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, സോൾജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോപിക അവർക്ക് ആ ഒരു വർഷത്തെ ബെസ്റ്റ് ഡെബ്യൂ അവാർഡ് നേടുകയുണ്ടായിട്ടുണ്ട്. ആ ഒരു തുടക്കം, ആ ഒരു കരിയർ ഗ്രാഫ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സോട് കൂടി തുടങ്ങിയതിനാൽ തന്നെ മറ്റ് ആക്ടേഴ്സിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കരിയർ ബാക്ക്ഗ്രൗണ്ട് കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് നല്ലൊരു പാട്ടുമായിട്ട് തന്നെ തുടങ്ങാം അല്ലേ. തീർച്ചയായിട്ടും. കേരളത്തിലെ തന്നെ യുവ ഗായകരെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലൂടെ. നമുക്ക് കാണാം ശുഭസംഗീതം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളിന്തിയായതു ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ കണ്ണീരൊരു കാളിന്തിയായതു ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലും അറിഞ്ഞില്ല കണ്ണൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലും അറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിൽ അലിഞ്ഞോ, ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിൽ അലിഞ്ഞോ, ഈ ശാന്തനിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നോ, ഈ ശാന്തനിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ,
രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സെഗ്മെന്റ് ആണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രീതി സിന്ധ്യയെ പറ്റിയായിരുന്നു അല്ലെ? അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വളരെ മനോഹരമായ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ് അവര്. മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു നല്ല മനസ്സ് കാണിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അവര്. തീർച്ചയായിട്ടും ഗോപിക, അവർ ഗുഡ് വിൽ അംബാസിഡർ ആയിരുന്ന ആ ഒരു സമയത്ത് യുണൈറ്റഡ് നേഷൻ പ്രോഗ്രാമിനോട് കൂടി ചേർന്ന് HIV-ക്കെതിരായിട്ട് അവർ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സഹജീവി മനോഭാവം കീപ്പ് ചെയ്യുന്ന നല്ലൊരു വ്യക്തി തന്നെ. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രീതി സിൻഹ. അപ്പൊ എന്തായാലും നമ്മൾ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർ മാർത്താണ്ഡ പിള്ളയുടെയാണ് അല്ലെ, ഫാമിലി ഡോക്ടറാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എപ്പിലെപ്സി എന്ന് പറയുന്ന, അപസ്മാരം എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് കാണാം ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അപസ്മാര രോഗം പൊതുവെ മറ്റുള്ള രോഗത്തെക്കാളുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ രോഗലക്ഷണം തന്നെ പെട്ടെന്ന് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് അബോധാവസ്ഥയിൽ താഴെ വീഴുന്നു. പിന്നെ പിടയ്ക്കുന്ന പോലെ കൈയും കാലും ഒക്കെ ഇട്ടടിക്കുകയും വായിൽ നിന്ന് നൊരയും പതയും വരികയും മലമൂത്ര വിസർജനം തന്നെ ചിലപ്പോൾ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുകയും അത് കണ്ടു നിൽക്കുന്നവർക്ക് അത് ഒരു ഭീകരത്വം, മനസ്സിൽ നിന്ന് മാറാത്ത വിധത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് വന്നു കഴിയുമ്പോൾ തന്നെ കൂടെയുള്ളവർ, സഹപ്രവർത്തകരാണെങ്കിലും സഹപാഠികളാണെങ്കിലും ഒക്കെ തന്നെ പിന്നീട് ആ വ്യക്തിയെ ഒരു വ്യത്യാസമായിട്ട് നോക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ആ വ്യക്തിയെ തന്നെ കൂടെ കൊണ്ട് നടക്കാനും തന്നെ പേടിയായിരിക്കും, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതേ സമയത്ത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അത് രോഗനിർണയം നടത്തുകയും തക്കതായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കാവുന്നതാണ്. ജനിച്ച് താഴെ വീഴുന്ന ആ പ്രായം മുതൽ ജീവിച്ചിരിക്കുന്ന ഏത് പ്രായത്തിലും എപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇതുപോലെ ഉണ്ടാകുന്നത്, ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ വളർച്ചയിൽ പ്രശ്നങ്ങൾ വരുന്നു. അതല്ലെങ്കിൽ തലച്ചോറിന് അണുബാധ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് തലച്ചോറിൻ്റെ വളർച്ചയിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഇത് വരാം. ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാകുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാനസിക വികാസത്തിനും വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും പഠനത്തിനും ഒക്കെ തന്നെ താമസവും വൈകല്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രായം കൂടുന്തോറും പിന്നെയും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചെവിയിൽ പഴുപ്പ് വന്നിട്ട് തലച്ചോറ് പഴുപ്പ് വ്യാപിക്കുന്നതുകൊണ്ട്, TB കൊണ്ടാകാം, ഫംഗസ് കൊണ്ടാകാം, ബാക്ടീരിയ കൊണ്ടാകാം, അങ്ങനെയുള്ള ഏത് അണുബാധ കൊണ്ടും അതുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തലയിൽ വരുന്ന മുഴകൾ കൊണ്ടായിരിക്കാം. കുറെ കൂടെ പ്രായം കഴിയുമ്പോൾ പിന്നെ പ്രധാന കാരണം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മുഴയും, പിന്നീട് തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുന്നതുകൊണ്ടും, തലച്ചോറിൻ്റെ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതുകൊണ്ടും ഒക്കെ ഇതുപോലുള്ള കാരണങ്ങളാണ്. പിന്നീട് ഒരു വാർദ്ധക്യ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തലച്ചോറിനെ ബാധിക്കുമ്പോൾ, അതല്ലെങ്കിൽ തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുമ്പോൾ തലച്ചോറ് തന്നെ ദ്രവിക്കുന്നത് കൊണ്ട്
പല കാരണങ്ങൾ കൊണ്ടും ലഭിക്കുന്നത് കൊണ്ടും ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതുകൊണ്ടും ഒക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അപസ്മാര രോഗം വരാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ അതിനെ ചികിത്സിക്കാറുണ്ട്. പക്ഷേ ഒരു 70% വ്യക്തികളിലും ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ കാണണമെന്നില്ല. ഒരു കാരണമില്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന EEG ടെസ്റ്റ് ഉണ്ട്, അത് നോർമലായിരിക്കാം. തലച്ചോറിന് ചെയ്യുന്ന CT സ്കാൻ പോട്ടെ, MRI സ്കാൻ ചെയ്താൽ പോലും അത് നോർമലായിരിക്കാം. അതിലും ഉപരിയായിട്ട് പെറ്റ് സ്കാൻ ഉണ്ട്, അത് ചെയ്താലും ചിലപ്പോൾ അതും നോർമലായിരിക്കാം. എന്നാലും ഈ രോഗം വരാം. അപ്പോൾ രോഗലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു 70% ആളുകൾക്കും 60-70 ശതമാനം ആളുകൾക്ക് നമ്മൾ ചികിത്സ നൽകുന്നത്. ചികിത്സ ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ള ഏത് രോഗത്തെ അപേക്ഷിച്ച് ഇതിന് തുടർച്ചയായിട്ട് ചികിത്സ ആവശ്യം വരുന്ന ഒരു രോഗമാണ്. രക്തസമ്മർദ്ദത്തിനും ഹൃദയാഘാതം വന്നവരിലും പ്രമേഹ രോഗത്തിനും ഒക്കെ തുടർന്ന് ചികിത്സ നൽകേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷെ അതിനുപരിയായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി മരുന്നെടുക്കേണ്ടത് ഈ രോഗത്തിന് തന്നെയാണ്. ഇതിനുള്ള മരുന്നുകൾ പണ്ടത്തെക്കാളുമൊക്കെ നമുക്കിപ്പോൾ വളരെ വളരെ മരുന്നുകൾ ലഭ്യമാണ്. ഏകദേശം 25-ൽ പരം വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ, പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ, തുടർച്ചയായിട്ട് കഴിക്കാവുന്ന മരുന്നുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ചോദ്യം, ഇത് നമുക്ക് എപ്പോഴും നിർത്താം ഈ മരുന്ന്? തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യമാണ്. ആരിൽ എപ്പോഴ് നമ്മൾ ഈ മരുന്ന് തുടങ്ങണം? ആദ്യം ഒരു പ്രാവശ്യം മാത്രം ഇതുപോലെ അപസ്മാരം വന്നാൽ നമ്മൾ മരുന്ന് തുടങ്ങണം, അല്ല ഒന്നിൽ കൂടുതൽ വന്നാൽ തുടങ്ങണം? ഇതൊക്കെ പല പല ഘടകങ്ങളും കണക്കിലെടുത്ത് വേണം നമുക്ക് മരുന്ന് തുടങ്ങാൻ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എപ്പോഴും നമുക്ക് നിർത്താം എന്നുള്ളത്, അതും വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ, പ്രായമായ പെൺകുട്ടികളിൽ ഈ രോഗം നമുക്ക് ഈ രോഗത്തിൻ്റെ മരുന്ന് എപ്പോഴും നമുക്ക് നിർത്താം എന്നുള്ളത് എപ്പോഴും രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ 5 വർഷം വരെയെങ്കിലും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. 2 വർഷമെങ്കിലും ഈ രോഗം വരാതിരുന്നാൽ ഈ മരുന്ന് നിർത്താവോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അവിടെയും തന്നെ 5 വർഷം കഴിക്കുന്നു, 2 വർഷം രോഗം വന്നിട്ടേ ഇല്ല, പിന്നെ ആ സമയത്ത് നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുന്നു, EEG ടെസ്റ്റ് ചെയ്യുന്നു, ഇത് രണ്ടും നോർമലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്നിനെ നിർത്തുന്നതിനെപ്പറ്റി നമുക്ക് ആലോചിച്ച് തുടങ്ങാം. പക്ഷേ ഇതെല്ലാം കണക്കിലെടുത്ത് മരുന്ന് നിർത്തിയാലും പിന്നെ നമ്മൾ കാണുന്നത് ഒരു 20% ആളുകളിൽ ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർത്തണോ നിർത്തണ്ടയോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ പലപ്പോഴും രോഗിയുടെയും ബന്ധുക്കളുടെയും താല്പര്യം കൂടെ കണക്കിലെടുത്ത് ചിലപ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും പറയാറുണ്ട്, അതുകൊണ്ട് ക്ഷീണം തോന്നുന്നുണ്ട്, നമുക്ക് ശ്രദ്ധ കുറയുന്നുണ്ട്, ജോലി ചെയ്യാനുള്ള ഉത്സാഹക്കുറവുണ്ടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവരൊക്കെ മരുന്ന് നിർത്തി വീണ്ടും വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏതായാലും മരുന്ന് നിർത്തി നോക്കാം എന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുകയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്തുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ മെഷീനുമായിട്ടൊക്കെ പണി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കടലിൽ പോകുന്നവർ, ഇവരൊക്കെ ഒന്നും വരാതിരിക്കുന്നവർ ഈ നിർത്തിക്കഴിയുമ്പോൾ വരികയാണെങ്കിൽ, ഈ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അത് വളരെയേറെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നിർത്താൻ. പിന്നെ ഈ അപസ്മാര രോഗമുള്ള കുറേ വ്യക്തികൾക്കെങ്കിലും മാനസികമായിട്ടുള്ള രോഗത്തിൻ്റെ ലാഞ്ചനകൾ കാണും. സൈക്കോസിൻ്റെയോ അല്ലെ വിഷാദ രോഗത്തിൻ്റെയോ ഇതുപോലുള്ള രോഗത്തിൻ്റെ. അപ്പോൾ ഈ മരുന്നുകൾ തന്നെ ആ രോഗത്തിനും ഫലപ്രദമാണ്, പല മരുന്നുകളും അപസ്മാര രോഗത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മളിത് പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ അപസ്മാര രോഗം നിയന്ത്രണം കിട്ടും, പക്ഷേ മാനസികമായിട്ടുള്ള പല പിരിമുറുക്കവും മറ്റുള്ള രോഗങ്ങളും പ്രത്യക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അവിടെയും ഇതും നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം മരുന്ന് നിർത്തണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. അത് മാത്രമല്ല,
ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പിന്നെയും അംഗവൈകല്യങ്ങളുള്ള ഒരു കുട്ടിക്കാണ് അപസ്മാര രോഗം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണം മരുന്ന് നിർത്താം. അല്ലെങ്കിൽ EG ചെയ്യുമ്പോൾ അതിൽ അപസ്മാര രോഗമില്ല, പക്ഷേ EGയിൽ അതിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആലോചിച്ചിട്ട് വേണം മരുന്ന് നിർത്താം. അപ്പോൾ ഇതുപോലുള്ള പല ഘടകങ്ങളും നമ്മൾ ആലോചിച്ച് മരുന്ന് നമുക്ക് നിർത്താവുന്നതാണ്. നിർത്തുന്നത് പെട്ടെന്ന് അങ്ങ് ഒരു ദിവസം നിർത്തുകയാണോ അതല്ല ക്രമേണ നിർത്തുകയാണോ വേണ്ടത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കാണുന്നത് പെട്ടെന്ന് നിർത്തുന്നേക്കാളും പല പ്രാവശ്യമായിട്ട് മരുന്നിൻ്റെ ഡോസ് അളവ് കുറച്ച് പിന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ നിർത്തിക്കഴിയുമ്പോൾ ഇത് വരാനുള്ള സാധ്യത ആദ്യത്തെ 6 മാസവും പിന്നെ ആദ്യത്തെ 2 വർഷവുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്രമേണ മരുന്ന് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവേ ഇത് നമുക്ക് ചികിത്സിച്ച് 85% ചികിത്സിച്ച് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്, മരുന്ന് നിർത്താവുന്ന രോഗമാണ്. പക്ഷേ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു ശ്രമം തുടങ്ങാവുന്നതാണ് ഈ രോഗത്തിനെ സംബന്ധിച്ചോളം. നമ്മുടെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഞങ്ങളുടെ അടുത്ത സെഗ്മെന്റ് നമുക്ക് കാണാം. ശ്രീ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. ഇത് ഡേവിഡ് പറഞ്ഞ കഥയാണ്. ഡേവിഡ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പുഴയുടെ കരയിലൂടെ നടക്കാൻ പോകാറുണ്ട്. ചെറിയ സൂര്യപ്രകാശവും ചൂടും ആ പുഴയിൽ നിന്ന് വരുന്ന കാറ്റും ഒക്കെ ഉള്ളപ്പോൾ വളരെ സുഖകരമായ രീതിയിൽ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഡേവിഡിൻ്റെ ഉദ്ദേശം. എല്ലാ ദിവസവും നടക്കുന്നതിനിടയിൽ അയാൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട്. കുറച്ച് പ്രായമായ ഒരു സ്ത്രീ ആ പുഴയുടെ കരയിൽ വന്നിരിക്കും. അവരുടെ അടുത്ത് ഒരു ചെറിയൊരു ട്രാപ്പ്, ഒരു കൂടും ഒരു കെണി വെച്ച് പിടിക്കുന്ന കൂട് പോലുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇവരിത് വെള്ളത്തിലേക്കിടും, എന്നിട്ടത് തിരിച്ചെടുക്കും, അരികത്തായി വെക്കും, എന്തൊക്കെയോ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താന്നുള്ളത് ഡേവിഡിന് വ്യക്തമല്ല. ഇതുവരെ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. നിരന്തരം ഇത് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡേവിഡ് ഒരു ദിവസം തീരുമാനിച്ചു, ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് ആണ് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കണം. അങ്ങനെ അയാൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഒന്ന് നോക്കി നിന്നു. എന്താണ് അവരവിടെ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഈ ഒരു കെണിയിട്ട് ആമകളെ പിടിക്കുകയാണ്. ആ പുഴയിൽ നിന്നും ആമകളെ പിടിക്കുന്നു. ഈ ആമയെ ഇവര് കെണിയിൽ നിന്നും കയ്യിലേക്കെടുക്കുന്നു. കയ്യിലേക്കെടുത്തതിന് ശേഷം അതിൻ്റെ പുറം തോട് ഒരു ബ്രഷ് കൊണ്ട് നന്നായി തൂത്ത് വൃത്തിയാക്കുന്നു. വളരെ ഭംഗിയായ രീതിയിൽ വൃത്തിയാക്കുന്നു. അതിന് പുറത്ത് പിടിക്കുന്ന ആ പുറംതോടിന് പുറത്തായി പിടിക്കുന്ന അഴുക്കും മെഴുക്കും ഒക്കെ തന്നെ കൃത്യമായി ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരാമയെ അവർ തിരിച്ച് വീണ്ടും പുഴയിലേക്ക് വിടും. അടുത്ത് വീണ്ടും കൂട് ഉള്ളിലേക്കിടും. അടുത്ത് ഒരാമയെ പിടിക്കും. ഇതേ പ്രക്രിയ തന്നെ അതിൻ്റെ പുറംതോടിലും ചെയ്യും. തിരിച്ചു വീണ്ടും ഇതിനെ പുഴയിലേക്ക് വിടും. ഇങ്ങനൊരു 3-4 ആമകളെ ഇവർ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് ഡേവിഡ് നോക്കി നിന്നു. അതിനുശേഷം ആ ക്യൂരിയോസിറ്റിയിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അവരോട് തന്നെ ചോദിച്ചു, എന്താണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് നമ്മളെപ്പോലെ തന്നെയുള്ള ജീവികളാണ്, ഈ പുഴയിൽ ജീവിക്കുന്നതാണ്. എന്നാലും ഈ പുഴയിൽ നിരന്തരം കിടക്കുന്നത് കൊണ്ട് തന്നെ അഴുക്കും ഇഴുക്കും ഒക്കെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പിടിക്കും. അതിനത് സ്വയം ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അവർക്ക് പരസ്പരം ക്ലീൻ ചെയ്ത് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അത് ഞാനൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നു, എനിക്ക് ആമകളെ ഇഷ്ടമാണ്, അത് ഞാനൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ഡേവിഡിന് ചിരി വന്നു. ചിരി വരിക മാത്രമല്ല, അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ നോക്കുക, ഈ ഒരു പുഴയിൽ 100 കണക്കിന് ആമകളുണ്ട്, അല്ലെങ്കിൽ 1000 ആമകളുണ്ട്. അവയെ എല്ലാത്തിനെയും താങ്കൾക്ക് ഇങ്ങനെ പിടിക്കുവാനും ക്ലീൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുമോ? ഇനി അതുമാത്രമല്ല, ആമകൾ മാത്രമല്ലല്ലോ ഈ ലോകത്ത് ശരീരത്തിൽ അഴുക്ക് പറ്റുന്നത്. എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ പക്ഷികളുണ്ട് ഇത്തരത്തിൽ അഴുക്ക് പറ്റുന്നവ തന്നെ. അവയൊന്നും താങ്കൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നിട്ട് ഈ 2-3 ആമകളെ ഒരു ദിവസം ക്ലീൻ ചെയ്യുന്നതിലൂടെ താങ്കൾ എന്തു വലിയ കാര്യമാണ് ചെയ്യുന്നത്? ഒരു മിനിമം ലോജിക്കിൽ നോക്കിയാൽ ഡേവിഡ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന് ആ സ്ത്രീ കൊടുത്ത മറുപടി, എനിക്കൊരുപക്ഷെ മറ്റു മൃഗങ്ങളെ ക്ലീൻ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം, എനിക്കൊരുപക്ഷെ മറ്റ് പക്ഷികളെ ക്ലീൻ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം, ഈ പുഴയിലെ എല്ലാ ആമകളെയും എനിക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന, ഞാൻ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരാമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതൊരു വലിയ കാര്യമാണ്. ആ ചെയ്യുന്ന ഓരോ ആമകളെയും സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതൊരു വലിയ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ വളരെ കാര്യമായൊരു വ്യത്യാസം ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. എനിക്കത് മതി.
ആ രീതിയിൽ ഒരാമയ്ക്കെങ്കിൽ ഒരാമയ്ക്ക് ഏറ്റവും അർത്ഥവത്തായതും നല്ലതുമായ കാര്യം ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല. എങ്കിലും നമുക്ക് ചുറ്റും ഒരു കൈ അകലത്തിൽ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, പൊതുസമൂഹത്തിന് അതൊരു വലിയ കാര്യമായിരിക്കില്ല, ഈ ലോകത്ത് തന്നെ അതൊരു വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ ആ ഒരാളുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടൽ നടത്തുന്നത് ഒരു വലിയ കാര്യം തന്നെ ആയിരിക്കും. ഇത്തരത്തിൽ ഓരോരുത്തരും ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും. ഇത്തരത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ഇടപെടുവാനും പരമാവധി ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനും അവരുടെ ജീവിതത്തിന് നന്മ കൊടുക്കുവാനും നമുക്ക് കഴിയട്ടെ. ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയട്ടെ. മൈല എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഒരു കാര്യമാണ് അല്ലെ. എസ്പെഷ്യലി നമ്മൾ മയിൽപ്പീലി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നല്ല ഭംഗിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൊച്ചിലെ നമ്മള് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഈ മയിൽപ്പീലി എടുത്ത് നമ്മുടെ പുസ്തകത്താളുകളിൽ ആകാശം കാണിക്കാതെ വെക്കുവാണെങ്കിൽ അത് എന്താ പറയാ പ്രസവിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ മയിൽപ്പീലികൾ കിട്ടും. അങ്ങനെയൊക്കെ കുറെ വിശ്വാസങ്ങൾ നമ്മുടെ ബാല്യത്തിന് ഒരുപക്ഷെ കൂടുതൽ സുന്ദരമാക്കിയത് ഇത്തരം വിശ്വാസങ്ങളായിരിക്കും അല്ലെ. തീർച്ചയായും അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് അതിൻ്റെ ഇത്തരത്തിലൊരു പ്രത്യേകത കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒത്തിരി വികാരങ്ങൾ മയിൽപ്പീലി അല്ലെങ്കിൽ ഒരു മയിൽ എന്നൊരു പക്ഷിയിലൂടെ ഉണർന്നു വരാറുണ്ട്. അതുപോലെ തന്നെ മയില എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുരുകന്റെ വാഹനമാണ്. അതേപോലെ തന്നെ നമ്മുടെ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു പക്ഷിയും കൂടിയാണ് മയില. മയില എന്ന് പറയുന്നത് എന്നും ഐശ്വര്യത്തിന്റെ ഒരു രൂപമാണ്. അപ്പൊ ആ ഒരു ഐശ്വര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നാളെ വീണ്ടും ഇതേ സമയം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.